മറ്റൊരു കവിതയാണ് വേനലിലൊരു പുഴ. റോസ്മേരിയുടേതാണ്. പാലത്തിന്റെ കമാനങ്ങൾക്ക് നടുവിൽ ചലനം നിലച്ച് തീവണ്ടി, ചുവട്ടിൽ വേനലിലെ പുഴ, മണൽപ്പരപ്പിന് കുറുകെ ക്ഷീണിതനായ ഒരാട്ടിടയൻ, പിന്നാലെ മുൾനാമ്പുകൾ കാർന്നുകൊണ്ട് ചിതറിയ ആട്ടിൻപറ്റം, ഇളകുന്ന കാശപ്പുൽ തുമ്പിന്മേൽ ഏകാഗിയായൊരു കറുത്ത പക്ഷി, വരണ്ട നീർച്ചാലിനടുത്ത് ഉഴറുന്ന കണ്ണുകളുമായി പഹാടി പെൺകുട്ടി, ചിലവഴിക്കാത്ത കറുത്ത പണം പോലെ അവളുടെ ഉള്ളിൽ ആരും ഏറ്റുവാങ്ങാനില്ലാത്ത പ്രണയം. അത് അവളുടെ ഹൃദയത്തെ വിവശമാക്കുന്നു, ചലനങ്ങളെ ഉദാസീനമാക്കുന്നു. സന്ധ്യയുടെ ചുവന്ന വെളിച്ചം പിത്തളക്കുടത്തെയും പാലത്തിന്റെ ലോഹവളയത്തെയും തീജ്വാല പോൽ തിളക്കുന്നു. വമ്പിച്ച സന്നാഹത്തോടെ വിദൂരതയിൽ നിന്നൊരു കാറ്റ് പുറപ്പെടുന്നു. അത് മണൽപ്പരപ്പിന്റെ സ്വാസ്ഥ്യത്തെ താറുമാറാക്കിക്കൊണ്ട്, തീവണ്ടിയുടെ മൗഢ്യത്തെ കുലുക്കി ഉണർത്തിക്കൊണ്ട് അവിടെങ്ങും ധാർഷ്ട്യം പൂണ്ട് വിഹരിക്കുകയായി. കാറ്റ് പിൻവാങ്ങുകയും പൊടിപടലം അടങ്ങുകയും ചെയ്താറേ തീവണ്ടി സുദീർഘമായൊരു കോട്ടുവായോടെ മൂരി നിവർന്ന് ആലസ്യം നിറഞ്ഞ ലോഹക്കുളമ്പടികളോടെ വീണ്ടും ചലിച്ചു തുടങ്ങി. അന്തിവാനിലെ ചുവപ്പു ചായം അഴിഞ്ഞു തുടങ്ങി. ഇടയനും ആടുകളും വരണ്ട കുന്നുകൾക്കപ്പുറം മെല്ലെ മെല്ലെ മറഞ്ഞു തുടങ്ങി. പെൺകുട്ടിയുടെ ചുവന്ന പാവാട വിദൂരതയിൽ ഇളകുന്ന ഒരു തിരയായി മാറി. പക്ഷി താണ് തളർന്ന് ചക്രവാള അതിർത്തിയിൽ അലിഞ്ഞ് നേരാവും ഒരു കറുത്ത ശീലയുമായി മുടന്തൻ കാലിന്മേൽ ഇഴഞ്ഞു വന്ന് രംഗപടം മാറ്റുകയായി. തമസ് കൊടും കയ്യും കുത്തി നീണ്ടു നിവർന്നങ്ങനെ ശയിക്കയായി. ഒടുക്കം എങ്ങും പടർന്നു പരന്ന് കനം തൂങ്ങി നിന്നത് ശോകം മാത്രം, തീവ്ര നൊമ്പരമുണർത്തുന്ന വ്യാകുലത മാത്രം. ഇതാണ് റോസ്മേരിയുടെ വേനലിൽ ഒരു പുഴ എന്ന കവിത. പാലത്തിന്റെ കമാനങ്ങൾക്ക് നടുവിൽ ചലനം നിറച്ച് തീവണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നിടത്ത് എന്താണ്? ആ പാലത്തിൻ്റെ തീവണ്ടിയിൽ ഇരുന്നു കൊണ്ടാവണം ഒരുപക്ഷെ നമ്മുടെ കവി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്. ചുവട്ടിൽ വേനലിലെ പുഴ, പുഴ വറ്റി വരണ്ടു പോയിരിക്കുന്നു, പുഴ മെലിഞ്ഞു കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. മൺപരപ്പിന് കുറുകെ ക്ഷീണിതനായ ഒരാട്ടിടയൻ നടന്നു നീങ്ങുന്നു. പുഴ വറ്റിയത് പകരം അവിടെ മൺപരപ്പായിരിക്കുന്നു. അതിന് കുറുകെ, ഒരുപക്ഷെ പണ്ട് പുഴയായിരുന്നെങ്കിൽ അങ്ങനെ നടക്കാൻ സാധിക്കില്ല, അതിന് കുറുകെ ക്ഷീണിതനായ ഒരാട്ടിടയൻ നടന്നു നീങ്ങുന്നു. അവന് പിന്നാലെ മുൾനാമ്പുകൾ കാർന്നു നിന്നുകൊണ്ട് ചിതറിയ ഒരാട്ടിൻപറ്റമുണ്ട്. ഇളകുന്ന കാശപ്പുൽ തുമ്പിന്മേൽ ഏകാഗിയായ കറുത്ത പക്ഷി ഇരിപ്പുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കവി പറയുന്നത്. പാലത്തിൽ നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്തെല്ലാം എന്നൊരു ചോദ്യം വരുവാണെങ്കിൽ നമുക്കിതൊക്കെ എഴുതാം. പാലത്തിന്റെ കമാനങ്ങൾക്ക് നടുവിൽ ചലനം നിലച്ചു നിൽക്കുന്ന തീവണ്ടി, ചുവട്ടിൽ വേനലിലെ പുഴ, മൺപരപ്പിന് കുറുകെ ക്ഷീണിതനായ ഒരാട്ടിടയൻ, അവന് പിന്നാലെ മുൾനാമ്പുകൾ കാർന്നു നിന്നുകൊണ്ട് ചിതറിയ ആട്ടിൻപറ്റം, ഇളകുന്ന കാശപ്പുൽ തുമ്പിന്മേൽ ഏകാഗിയായ ഒരു കറുത്ത പക്ഷി, വരണ്ട നീർച്ചാലിനടുത്ത് ഉടർന്ന കണ്ണുകളുമായി ഒരു പഹാടി പെൺകുട്ടി. ഇത്രയും കാഴ്ചകളാണ് പാലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ്, പഹാടി പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരുന്നു എന്നത്. പഹാടി പെൺകുട്ടി വരണ്ട നീർച്ചാലിനടുത്ത് എന്തോ അന്വേഷിക്കുന്ന കണ്ണുകളുമായിട്ടാണ്, ഉടറുന്ന കണ്ണുകളുമായി അല്ലെ ഒരു പഹാടി പെൺകുട്ടി നിൽക്കുന്നു. ചെലവഴിക്കപ്പെടാത്ത കറുത്ത പണം പോലെ അവളുടെ ഉള്ളിൽ ആരും ഏറ്റുവാങ്ങാനില്ലാത്ത ഒരു പ്രണയമുണ്ട്. ദരിദ്രയായ അവളുടെ പ്രണയം ആർക്കും വേണ്ട. ഈ പ്രണയം അവളുടെ ഹൃദയത്തെ വിവശമാക്കുന്നുണ്ട്. പക്ഷേ അതുമാത്രമല്ല, അവളുടെ ചലനങ്ങളെ ഉദാസീനമാക്കുന്നുണ്ട്. വമ്പിച്ച സന്നാഹത്തോടെ കടന്നു വരുന്ന കാറ്റ് എന്താണ് ചെയ്തത്? സമൂഹത്തിലും വ്യക്തി മനസ്സിലും മരുഭൂമികൾ പടരുന്ന കാലത്തിന്റെ ചിത്രം വരയ്ക്കുന്ന കവിതയാണ് റോസ്മേരിയുടെ വേനലിൽ ഒരു പുഴ എന്ന കവിത. ഈ കവിതയിൽ വലിയ സന്നാഹത്തോടെയാണ് കാറ്റ് വരുന്നതായിട്ട് കവി ആവിഷ്കരിക്കുന്നത്. വമ്പിച്ച സന്നാഹത്തോടെ വളരെ ദൂരെ നിന്ന്, വിദൂരതയിൽ നിന്നാണ് കാറ്റ് വരുന്നത്. എന്നിട്ട് അങ്ങനെ വിദൂരതയിൽ നിന്ന് ആ സന്നാഹത്തോടെ വന്ന കാറ്റ് മണൽപ്പരപ്പിന്റെ ഒരു പതിവ് സ്വസ്ഥതയുണ്ടല്ലോ, അതിനെ താറുമാറാക്കിക്കൊണ്ട് മണൽപ്പരപ്പിന്റെ ശാന്തതയെ ഇളക്കി മറിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. കാറ്റ് തീവണ്ടിയുടെ മൗഢ്യത്തെയും കുലുക്കി ഉണർത്തുന്നുണ്ട്. അതിനുശേഷമാണ് കാറ്റ് അഹങ്കാരത്തോടെ തന്റെ വിഹാരം തുടരുന്നത്. അപ്പോൾ ചോദ്യം, വമ്പിച്ച സന്നാഹത്തോടെ കടന്നു വന്ന കാറ്റ് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം പറയണം. ഒരു എസ്സേ എഴുതുവാണെങ്കിൽ നമ്മൾ ആദ്യം എഴുത്തുകാരിയെക്കുറിച്ച്, റോസ്മേരിയെക്കുറിച്ച് പറയണം. ഉത്തരാധുനിക കാലഘട്ടത്തിൽ മലയാള കവിതയ്ക്ക് ഏറെ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എഴുത്തുകാരി കൂടിയാണ് റോസ്മേരി. സമൂഹത്തിലും വ്യക്തി മനസ്സിലും മരുഭൂമികൾ പടരുന്ന കാലത്തിൻ്റെ ചിത്രം വരയ്ക്കുന്ന കവിതയാണ് റോസ്മേരിയുടെ വേനലിൽ ഒരു പുഴ. അതായത് ആധുനികത കൈകാര്യം ചെയ്യാതിരുന്ന ഒട്ടേറെ വിഷയങ്ങൾ പിന്നീട് കൈകാര്യം ചെയ്തത് ഉത്തരാധുനികതയുടെ കാലഘട്ടത്തിലാണ്. സ്ത്രീയും പരിസ്ഥിതിയും പാർശ്വവൽക്കരിക്കപ്പെട്ട ജീവിതവുമെല്ലാം എഴുത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഈ കാലഘട്ടത്തിൽ കടന്നു വന്നു. റോസ്മേരിയെ പോലുള്ള എഴുത്തുകാർ സ്ത്രൈണ അനുഭവങ്ങളുടെ ചിത്രങ്ങളുമായിട്ട് നമ്മുടെ ഇടയിലേക്ക് വരുന്നു. അരികുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട സ്ത്രീ അനുഭവങ്ങളെ അവർ ശക്തമായി കവിതയിൽ കൊണ്ടുവന്നു.
അന്ന് വരെ ചോദിച്ചിട്ടില്ലാത്ത ചോദ്യങ്ങളൊക്കെ ഉയർന്നു. ഇനി ഇവിടെ വേനലൊരു പുഴ എന്ന ഈ കവിതയിൽ ഒരു വലിയ സന്നാഹത്തോടെ കാറ്റ് വരുന്ന കാര്യം റോസ്മേരി പറയുന്നുണ്ട്. വമ്പിച്ച സന്നാഹത്തോടെ വിദൂരതയിൽ നിന്നെത്തിയ കാറ്റ് മണൽപ്പരപ്പിന്റെ സ്വാസ്ഥ്യത്തെ താറുമാറാക്കി. കാറ്റ് പിൻവാങ്ങുകയും പൊടിപടലം അടങ്ങുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഒപ്പം പറയുകയാണ്, തീവണ്ടി സുദീർഘമായ കോട്ടുവായിട്ട് മൂരി നിവർന്ന് ആലസ്യം നിറഞ്ഞ ലോഹക്കുളമ്പടികളോട് വീണ്ടും ചലിച്ചു തുടങ്ങി. അപ്പോൾ അന്തിവാനിലെ ചുവപ്പുചായം അഴിഞ്ഞു തുടങ്ങി. ഇടയനും ആടുകളും വരണ്ട കുന്നുകൾക്കും അപ്പുറം പതിയെ പതിയെ മെല്ലെ മറഞ്ഞു പോയി. പഹാടി പെൺകുട്ടിയുടെ ചുവന്ന പാവാട വിദൂരതയില ഇളകുന്ന ഒരു തിര മാത്രമായി മാറി എന്നും പറയുന്നുണ്ട്. മാഞ്ഞു തുടങ്ങി എന്നും പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. കറുത്ത പക്ഷി താണു തളർന്ന് ചക്രവാളത്തിന്റെ അതിർത്തിയിൽ അലിഞ്ഞ് ഇല്ലാതായി. രാത്രി കടന്നു വന്നു. അതൊരു കറുത്ത തുണിയുമായി മുടന്തൻ കാലിന്മേൽ ഇഴഞ്ഞു വന്ന് രംഗപടം മാറ്റുന്നു കാറ്റ്. ഇരുട്ട് കൊടും കയ്യുമ്മ കുത്തി നിന്ന് നീണ്ടു നിവർന്ന് കിടക്കുന്നു. ഒടുക്കം എങ്ങും പടർന്നു പരന്ന് കനം തൂങ്ങി നിന്നത് വെറും ശോകം മാത്രം. തീവ്ര നൊമ്പരമുണർത്തുന്ന ഒരു വ്യാകുലത മാത്രം. വേനലൊരു പുഴ എന്ന കവിതയിലെ ആ വാക്കുകൊണ്ടുള്ള ചിത്രങ്ങൾ, വാങ്മയ ചിത്രങ്ങൾ എങ്ങനെയൊക്കെയാണ്. മലയാളത്തിലെ എഴുത്തുകാരികളിൽ തനത് സ്വരമുള്ള കവിതയാണ് റോസ്മേരി. ഉത്തരാധുനിക കാലഘട്ടത്തിലെ നവീനമായ ഒരുപിടി ആശയങ്ങൾ അവർ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ജീവിതത്തിന്റെ അതിന്റെ തനിമയിൽ ആവിഷ്കരിക്കാൻ റോസ്മേരി ശ്രമിച്ചു. നാം ജീവിക്കുന്ന ലോകം സ്ത്രീക്ക് എന്താണ് നൽകുന്നത് എന്ന് റോസ്മേരി അന്വേഷിക്കുന്നുണ്ട്. നിലനിൽക്കുന്ന വ്യവസ്ഥിതിയുടെ കാപട്യങ്ങളെ അവർ വിമർശിക്കുന്നുണ്ട്. ആധുനികതയ്ക്ക് ശേഷം മലയാള കവിതയിലും കഥയിലുമെല്ലാം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാസമുണ്ടായി. അതിന് കാരണം എന്താണ്? സ്ത്രീ സാന്നിധ്യം കൂടിയതാണ്. 80കളുടെ രണ്ടാം പകുതിയിൽ ശക്തിപ്പെട്ട സ്ത്രീവാദ രാഷ്ട്രീയത്തിന്റെ ഒരു സാഫല്യം കൂടിയാണിതെന്ന് പറയേണ്ടി വരും. ഇനി വേനലൊരു പുഴ എന്ന കവിത പല തലങ്ങളിൽ പടർന്നു കയറുന്നതാണെന്ന് പറയാം. പുഴകളെല്ലാം വറ്റുവരളുന്ന ഒരു കാലം ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രതീകമാണ്. പ്രകൃതി ശോഷണം ചെയ്യപ്പെടുന്നു. സ്ത്രീയെ പോലെ ചൂഷണം ചെയ്യപ്പെടുന്നു പ്രകൃതി. വറ്റി വരളുന്നത് പുഴ മാത്രമല്ല, മനുഷ്യ മനസ്സുകൂടിയാണ്. നനവില്ലാത്ത കാലത്തിന്റെ പ്രതീകമാണ് വേനലിലെ വറ്റി വരണ്ട പുഴ. മനുഷ്യ മനസ്സുകളിൽ ആർദ്രത വറ്റി വരണ്ടിരിക്കുന്നു. കനിവില്ലാത്ത കാലം എല്ലാത്തിനെയും പിച്ചു ചീന്തുന്നു. കവിതയിൽ കടന്നു വരുന്ന പഹാടി പെൺകുട്ടിക്ക് നേരിടേണ്ടി വരുന്നത് കയ്പിന്റെ ഏറെ ജീവിതാനുഭവങ്ങളാണ്. അതിനെക്കുറിച്ച് അവളൊന്നും പറയുന്നില്ലെങ്കിലും അവളുടെ മൗനമായ നടന്നകലിലുണ്ട് അവളുടെ കഴിഞ്ഞകാല ദുഃഖങ്ങൾ. കനിവറ്റ കാലത്തിന്റെ സൂചകമായിട്ട് ഇതാ ഈ വറ്റിയ പുഴയും മാറുന്നു. മനസ്സിൽ നിന്നും കനിവിന്റെ വാത്സല്യത്തിന്റെ നന്മയുടെ പുഴ പിൻവാങ്ങുമ്പോൾ ലോകം മരുഭൂമിയായിത്തീരും. മനുഷ്യ മനസ്സുകൾ ഇന്ന് അത്തരത്തിൽ വരണ്ട മരുഭൂമികളായി തീർന്നുകൊണ്ടിരിക്കുകയല്ലേ എന്ന ചോദ്യം നമ്മോട് ചോദിക്കുകയാണ് റോസ്മേരി. ചുറ്റിലും മനസ്സിലും മരുഭൂമി പടരുന്ന ഈ കാലഘട്ടത്തെ റോസ്മേരി കവിതയിൽ മനോഹരമായി വരച്ചു കാണിച്ച് നമുക്ക് അനുഭവവേദ്യമാക്കി തരും. വേനലിലൊരു പുഴ എന്ന തലക്കെട്ട് തന്നെ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ചിന്തകൾ ഒത്തിരിയാണ്. ചലനം നിലച്ചു നിൽക്കുന്ന തീവണ്ടി എന്തിൻ്റെയോ പ്രതീകമല്ലേ? പാലത്തിൽ നിന്നും ഉറ്റുനോക്കുമ്പോൾ ചുവട്ടിൽ കാണുന്നത് വേനലിലെ പുഴ മാത്രമാണ്. ഒരിക്കൽ നിറഞ്ഞൊഴുകിയിരുന്ന പുഴ, പക്ഷെ ഇന്നത് ഒറ്റി വരണ്ട ക്ഷീണിതയാണ്. മനുഷ്യൻ മാലിന്യം നിറച്ച് കൊന്നുകളഞ്ഞ പുഴയാകാം അത്. മണൽപ്പരപ്പിന് കുറുകെ ക്ഷീണിതനായ ഒരാട്ടിടയൻ വരുന്നുണ്ടെങ്കിലും പച്ചപ്പില്ലാത്ത ഇടത്തേക്കാണ് അയാൾ ആടുമേയ്ക്കുന്നത് എന്ന ആ വൈരുദ്ധ്യം നോക്കുക. ചിതറിയ ആട്ടിൻകൂട്ടത്തിന് തിന്നാൻ തൊട്ടടുത്ത് പുല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ചിതറിക്കിടക്കുന്ന പുല്ലുകൾ തിന്നാൻ വേണ്ടി ആടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നതുകൊണ്ടാണ് ആട്ടിൻകൂട്ടം ചിതറിയതാകുന്നത്. മുൾനാമ്പുകൾ മാത്രമാണ് അവയ്ക്ക് കിട്ടുന്നത്, അല്ലാതെ തളിരിലകളോ സുലഭമായ സസ്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല. ഇളകുന്ന കാശപ്പുൽത്തമ്പിൽ ഒറ്റക്കിരിക്കുന്ന പക്ഷി, അതാണ് ആ പക്ഷിയുടെ കാര്യവും പ്രത്യേകതയാണ്. താണ് തളർന്ന് എന്നൊക്കെയാണ് പറയുക, ഒരു പ്രതീകമാണ്. ഇനി നാം നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെയും കൂടി ഈ കവിതയിൽ റോസ്മേരി വളരെ വ്യക്തമായി ആലേഖനം ചെയ്യുന്നുണ്ട്. വരണ്ട നീർച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിന്റെ അടയാളമാണ്. ബാഹുല്യം, ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ഒരുപാട് നീർച്ചാലുകളൊക്കെ വറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ സൂചന തന്നെയല്ലേ റോസ്മേരി നമ്മോട് സംസാരിക്കുന്നത് എന്നതാണ്. എന്തായാലും സ്ത്രീ അനുഭവങ്ങളെ അവർ ശക്തിയോടെ കവിതയിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അന്നുവരെ ചോദിച്ചിട്ടില്ലാത്ത പല ചോദ്യങ്ങളും നമ്മുടെ കവിതയിൽ ഉയർന്നു വരുന്നുണ്ട്. ഇനി പരിസ്ഥിതി നേരിടുന്ന പ്രശ്നം തന്നെയാണ് സ്ത്രീയും നേരിടുന്നത് എന്ന ഒരു ആശയം ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. വരണ്ട നീർച്ചാലിനടുത്ത് ഉടറുന്ന കണ്ണുകളുമായിട്ട് നിൽക്കുന്ന പഹാടി പെൺകുട്ടി, അതായത് ജലത്തിന്റെ അംശം കിട്ടിയിരുന്നെങ്കിൽ നാശിക്കുന്ന ആ മണൽ തരികളും അവയിലെ ചെടികളും. പക്ഷേ അത് തന്നെയല്ലേ ആ പഹാടി പെൺകുട്ടിയും. സ്നേഹത്തിന്റെ അംശം കിട്ടിയിരുന്നെങ്കിൽ നാശിക്കുന്ന തൻ്റെ പ്രണയം ആർക്കും വേണ്ട, താനൊരു ദരിദ്രയാണ്, തന്നെ സ്നേഹിക്കാൻ ആരുമുണ്ടാകില്ല, തന്നെ ഏറ്റുവാങ്ങാൻ ആരുമുണ്ടാകില്ല എന്ന ആ ചിന്ത അവളുടെ ഹൃദയത്തെ വിവശമാക്കുന്നുണ്ട്.
ഉദാസീനമാക്കുന്നുണ്ട്. ഉദാസീനതയോടെ അവൾ നടന്നു നീങ്ങുന്ന ഒരു ചിത്രം നമുക്ക് കാണുന്നു ഒരു സിനിമയിൽ എന്ന പോലെ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന അവൾ അതൊന്നും നടക്കാതിരിക്കുമ്പോൾ നിരാശ കൊണ്ട് വ്യഥിതയാകുന്നുണ്ട്. രാത്രിയാകുമ്പോൾ പെൺകുട്ടികളുടെ ചുവന്ന പാവാട വിദൂരതയിൽ ഇളകുന്ന ഒരു തീനാളമായി മാറുന്നു എന്ന് കവി എഴുതുന്നു. ആരുമില്ലാതെ അലഞ്ഞുതിരിയുന്ന ഒരു പെൺകുട്ടി ഏതോ ദുഷ്ടന്റെ ഇരയായി മാറിയതിന്റെ ചിത്രവും കൂടി ആവാം ഒരുപക്ഷെ അവതരിപ്പിക്കുക. ഇന്നത്തെ കാലം പെൺകുട്ടിക്ക് സമ്മാനിക്കുന്നത് ദുരന്തങ്ങളുടെ കാലമാണ്. ഓരോ ദിവസവും നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്തകൾ ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. സ്ത്രീയും പ്രകൃതിയും ഇത്തരത്തിൽ ഒട്ടേറെ ദുഷ്ട മനസ്സുകളുടെ കൈകളിൽ കിടന്ന് പിടയുന്നു എന്ന ആശയം കൂടി പറയാതെ പറയുന്നുണ്ട്. പകൽ കടന്നുപോയി രാത്രി വരുന്നു, കറുത്ത രാത്രി ഇരുട്ട് കട്ടിപ്പിടിക്കുന്നു. കറുത്ത ശീലമായാണ് രാത്രി രംഗപടത്തെ മാറ്റുന്നത്. നന്മയുടെ വെളിച്ചമാണ് ഇല്ലാതാകുന്നത്. ഇരുട്ട് കട്ടിപിടിക്കുന്നു. മനുഷ്യ മനസ്സുകളിലാണ് എന്ന് മാത്രം. അതുകൊണ്ട് ഇത് ഇന്നത്തെ ഭീകരമായ കാഴ്ചയാണെന്ന് റോസ്മേരി പറയുന്നു. പരിസ്ഥിതിയും സ്ത്രീയും നദിയും എല്ലാം ദുരന്തങ്ങൾ നേരിടുന്നു എന്ന് പറയുന്നു. അപ്പോൾ എങ്ങും ഇരുട്ട് പരന്ന് കനം തൂങ്ങി നിൽക്കുന്നത് ശോകം മാത്രമാണ്. തീവ്ര നൊമ്പരമുണർത്തുന്ന വ്യാകുലത മാത്രമാണ്. അതായത് പുഴകളും കുന്നുകളും വരണ്ടുണങ്ങുന്ന കാലം. മറ്റൊരു സൂചന കൂടി കവി നൽകുന്നുണ്ട്. വരൾച്ച പുറത്തു മാത്രമല്ല, മനുഷ്യ മനസ്സിലും മരുഭൂമികൾ ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് ചിത്രം കവി വരച്ചു കാണിക്കുന്നുണ്ട്. വേനലിൽ ഒരു പുഴ എന്ന കവിത തുറന്നിടുന്നത് ആകുലകാലത്തിന്റെ വേവലാതികൾ തന്നെയാണ്. ആർദ്രത വറ്റുന്ന കാലത്തിന്റെ പ്രതീകമായി വറ്റുന്ന പുഴ മാറുന്നു. നന്മ നഷ്ടപ്പെട്ട മനുഷ്യന് ഒന്നിനോടും ആഴത്തിലുള്ള ബന്ധമില്ലാതായിരിക്കുന്നു. ഭൂമിയും പുഴയും കുന്നും വെറും വസ്തുക്കളായി മാറിയിരിക്കുന്നു. നിറഞ്ഞ പുഴയെയും പ്രണയം കൈമാറുന്ന സ്ത്രീയെയും സ്നേഹിക്കപ്പെടുന്ന പുരുഷനെയും എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് കവി ഈ കവിത രചിക്കുന്നത്. മനസ്സിലൊടുങ്ങുന്ന പ്രണയം ഒരു ദുരന്തം തന്നെയല്ലേ എന്ന് ഓർക്കുകയാണ്. സ്നേഹത്തിന്റെ നന്മയുടെ ആർദ്രതയുടെ നനവിന്റെ പച്ചപ്പിന്റെ ഉത്സവമായി മാറുന്ന കാലമാണ് കവിയുടെ മനസ്സിലുള്ളത്. എന്നാൽ കാണുന്നത് ഇതിന് വിപരീതമായ കാഴ്ചകളാണ്. ഓരോ ചിന്തയും ദർശനവും ഈ കവിതയിൽ സൂക്ഷ്മമായും സ്വാഭാവികമായും കടന്നുവരുന്നു.